കേരളത്തിൻ്റെ അതികായനായിരുന്ന മുഖ്യമന്ത്രി എന്ന് ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്, വേറെ ആരെയും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ 2ാം ചരമവാർഷിക ദിനമാണിന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ മഹത്വം ജനങ്ങൾ മനസ്സിലാക്കി, ജനങ്ങൾക്കറിയാം, കുറ്റമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ മഹത്വം സർക്കാരുമൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയത് എപ്പോഴാണെന്നറിയാം? അദ്ദേഹത്തിൻ്റെ മരണത്തിലാണ്. അദ്ദേഹത്തിന് ഒരുപാട് അനാവശ്യങ്ങൾ പറഞ്ഞു, ആ മനുഷ്യനെ ആക്ഷേപിച്ചു. അസുഖബാധിതനായ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ആളിൻ്റെ പേരിൽ യഥാർത്ഥത്തിൽ നന്നായിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് നടക്കും. പക്ഷെ അദ്ദേഹത്തിന് വയ്യ, അത്രത്തോളം അസുഖബാധിതനായിട്ട് പോലും അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണം ഉയർത്തി അനാവശ്യമായിട്ട്. അവസാനം ആ സഹോദരി തന്നെ അത് പറഞ്ഞു, അത് കള്ളമാണ്, വെറുതെ പറഞ്ഞാണെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ ഒരുപാട് നഷ്ടപ്പെടുത്തി. അതുമൂലം വോട്ടും വാങ്ങി ജയിച്ച് ഇന്നത്തെ സർക്കാർ അധികാരത്തിലോട്ട് വന്നു. അതിന് ഞാൻ കുറ്റം പറയുന്നില്ല. രാഷ്ട്രീയക്കാർ ഇതുപോലുള്ള എല്ലാ വൃത്തികേടുകളും കാണിക്കും. ഏത് രാഷ്ട്രീയക്കാരും കാണിക്കാറുണ്ട് ഇങ്ങനുള്ളത്. ഒരു പെൺവിഷയമാണല്ലോ ഇപ്പം വേണ്ടത്. പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ വിഷയങ്ങളെല്ലാം പെൺവിഷയങ്ങളാണ്. ഇവർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാൽ മനുഷ്യൻ അതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടിട്ട് പറയുന്നൊരു വാചകം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഇലക്ഷന് പരാജയം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ UDFൻ്റെ ചെയർമാൻ ഞാനാണ്. അപ്പോൾ പത്രക്കാർ ചോദിച്ചു, പത്രസമ്മേളനത്തിലാണ്, അല്ല അങ്ങയ്ക്ക് മാത്രമാണോ ഉത്തരവാദിത്വം? അല്ല, എനിക്കാണ് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം, എനിക്കാണ് ഈ തോൽവിയുടേത്, ഞാൻ കാരണം തന്നെയാണ് തോറ്റേക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പത്രക്കാർ ചോദിച്ചു, അങ്ങയ്ക്ക് പകുതി എല്ലാവരും ഉള്ളൂ, 50% എടുത്താൽ പോരെ? വേണ്ട, നിങ്ങൾ എന്നെ അധികം വില കുറച്ച് കാണരുത്, മുഴുവൻ ഉത്തരവാദിത്വം എനിക്ക് തന്നെ തരണം എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ കണ്ടത് കേട്ടോ. ആ ചിരി നമ്മുടെ മനസ്സിൽ നിന്ന് മായത്തില്ല. അദ്ദേഹത്തിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ട്, ഭൗതിക ദേഹവും വഹിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് MC റോഡിലൂടെ കോട്ടയത്തേക്ക് വന്ന യാത്രയുണ്ടല്ലോ, 3.5 ദിവസം നീണ്ടു നിന്നാണ്. ഇവിടെ ഏത് രാഷ്ട്രീയ നേതാവിന് ഈ അംഗീകാരം കിട്ടും? ഒന്ന് ചിന്തിച്ചു നോക്കിക്കോളൂ. ഏത് രാഷ്ട്രീയ നേതാവിന് ഇതേപോലുള്ള ഒരു അംഗീകാരം കിട്ടും? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്ലറയുണ്ടല്ലോ, പുതുപ്പള്ളി പള്ളിയിൽ, അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ എല്ലാ ദിവസവും ഒരുപാട് ജനങ്ങൾ വളരെ ദൂരെ നിന്നൊക്കെ വരും. വന്നിട്ട് എന്താണെന്നറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു പടം അവിടെ വെച്ചിട്ടുണ്ട്, പേര് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പൂക്കളും വെച്ചിട്ട് അവിടെ നിന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട് എന്ന്. അതാണ് ഉമ്മൻചാണ്ടി. ഒന്ന് തിരിച്ചറിയണം, ഉമ്മൻചാണ്ടി ചെയ്തേക്കുന്ന പോലുള്ള സേവനം ആരും ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരു സിനിമ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്ഥാനം വളരെ രസകരമായ ഒരു കാര്യമുണ്ടായിരുന്നു. സിനിമ എനിക്ക് ഇഷ്ടമാണ്, സിനിമ കാണണമെന്നുണ്ട്, പക്ഷേ എനിക്ക് തിയേറ്ററിൽ പോകത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അന്നേരം മുതൽ അവസാനം വരെ ഫോണായിരിക്കും. അത് ആളുകൾക്കും ശല്യമാണ്, എനിക്ക് സിനിമ കാണാനും പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പോകത്തില്ല തിയേറ്ററിൽ. ഇങ്ങനൊരു മനുഷ്യനെ നമുക്ക് കാണാൻ കിട്ടുമോ? ഇവിടെ സുഹൃത്തിന്, അതായത് ഏറ്റവും ലളിതമായ ജീവിതം, ആഹാരം അദ്ദേഹത്തിന് വളരെ നിർബന്ധിച്ചാൽ വല്ലപ്പോഴും ഒരു കട്ടൻ ചായ കുടിക്കുന്നത്, അല്ലാതെ അതിന് സമയം കിട്ടാറില്ല. ഇന്ന സമയത്ത് ഭക്ഷണം കഴിക്കണം അദ്ദേഹത്തിന് താല്പര്യമില്ലാതൊന്നും, അങ്ങനെയുള്ള കാര്യമല്ല. ആളുകളുടെ പ്രശ്നങ്ങളാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരാളെ, ആ സ്നേഹം ജനങ്ങൾ തിരിച്ചു കൊടുക്കും എന്നുള്ളത് നമ്മൾ കണ്ടത് ഉമ്മൻചാണ്ടിയുടെ മരണത്തിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ 2ാം ചരമവാർഷികം വരുന്നു. ഇതുപോലൊരു മുഖ്യമന്ത്രിയെ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം അത്രത്തോളം മഹാനായ ഒരു മനുഷ്യൻ തന്നെയാണ്, ഒരു സംശയമില്ല. കാലങ്ങളോളം അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മകളുണ്ടല്ലോ ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുക. ഇന്നുള്ള ഈ തലമുറ മുഴുവൻ അദ്ദേഹത്തെ ഓർത്തിരിക്കും. അദ്ദേഹത്തെ ആളുകൾക്ക് എല്ലാം ഉമ്മൻചാണ്ടി എന്ന് വിളിക്കാൻ പോലും ഉള്ള അവകാശം ഉണ്ടായിരുന്നു. ഒരു കൊച്ചുകുട്ടി ഉമ്മൻചാണ്ടി എന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞു നിന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരു മനുഷ്യനാണ്. ഇതുപോലെ എത്ര പേർക്ക്. അപ്പോൾ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പറയുന്നത് കേൾക്കാം, ഒരുപാട് പേര് പറഞ്ഞുകൊണ്ട് വരും. അതുപോലെ തന്നെ വിഷ്ണുനാഥ് പറയുന്നു, ഒരുപാട് പേര് പറയുന്നു ഇങ്ങനെ ഇന്നത് അത് സാറ് ചെയ്തു തന്നോ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗൺമാൻ, 17 വർഷം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഗൺമാൻ പറയുന്നത് നമുക്ക് കേൾക്കാം. അതായത് ഓരോരുത്തർ വന്ന് പറയും, ഞങ്ങൾക്ക് ഇന്ന കാര്യം ചെയ്തു തന്നു, അങ്ങനെ സാറ് ചെയ്തു തന്നു എന്ന് വെച്ചാൽ ഇവർക്ക് ആർക്കും അറിയില്ല. കാരണം അദ്ദേഹം ഒരിക്കലും ഒരു പ്രകടനപരമായ ഒരു കാര്യവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രവർത്തിയിൽ നിന്നുണ്ടായിട്ടില്ല, ഒന്നുമില്ല. ഞാൻ പണ്ട് പറഞ്ഞതുപോലെ ഇവിടുത്തെ ജുഡീഷ്യറിക്ക് വേണ്ടി ഒരു വലിയ കെട്ടിടവും അത്രത്തോളം വിലയേറിയ സ്ഥലവും വിട്ടു തന്നത് അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞേ അത് ലോകം അറിഞ്ഞിട്ടുള്ളൂ സത്യത്തിൽ. അപ്പം എന്ന് പറഞ്ഞതുപോലെ ആർക്കൊക്കെ എന്തൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്നറിയോ? അതുപോലെ അത്
അതിനുവേണ്ടി മാത്രം സമയം നിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 14 മണിക്കൂറൊക്കെയാണ് നിൽക്കുന്നത്, ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത്. ഇന്ന് ഇത് ഏത് മുഖ്യമന്ത്രി ചെയ്യും? ആര് ചെയ്യും? അതുപോലെ എന്തെങ്കിലും പത്രക്കാർ വല്ലതും ചോദിച്ചാൽ അദ്ദേഹത്തിന് യാതൊരു അസഹിഷ്ണുതയും ഇല്ലായിരുന്നു. എന്ത് ചോദിച്ചാലും അതിന് ചിരിച്ചുകൊണ്ട് നല്ല മറുപടി പറയും, അന്തസ്സായിട്ട് സംസാരിക്കും. ഒരധികാരൻ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയെ എന്നും ഓർമ്മിക്കും ആളുകൾ, ജനങ്ങൾ. മഹാനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.